Assalamualaikum എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്ന ഒരു ഫിഷ് മോളിയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ അത് ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി രീതിയിലാണ് ആ ഫിഷ് മോളി ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അറിയണമെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഫിഷ് മോളിക്കായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വങ്കടയാണ്. ഞങ്ങളിവിടെ വങ്കട എന്നാണ് ഇതിന് പറയുന്നത്. ഫിഷ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ഇടുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് ഒരു അരനാരങ്ങ ഒരു ഇച്ചിരി ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളകൾ അരിഞ്ഞെടുക്കലാണ്. അപ്പോൾ കറിക്ക് ആവശ്യമായ 3 ഇടത്തരം സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിഞ്ഞെടുക്കാം. മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. നമുക്കിതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇനി നമുക്ക് വേണ്ടത് 8 അല്ലി വെളുത്തുള്ളിയാണ്. അത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അടുത്തതായി നമുക്ക് 2 തക്കാളി ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്താലോ. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തൊന്ന് ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. നമുക്ക് കുറച്ച് ഏലക്കയും കറിവേപ്പട്ടയും ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്ന് ഇളക്കിയെടുക്കാം. 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ഒന്ന് ഇളക്കിയെടുക്കാം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ വഴറ്റി എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഫിഷാണ്. ഒരു 1/4 മണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഫിഷ് ഒന്ന് ഉടയാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഫിഷ് ഒന്ന് കറിയിൽ മുങ്ങിക്കിടക്കും. ഈ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ആയിട്ട് അറിയിക്കുക. കമന്റ് ബോക്സിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ എന്ന ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലുള്ള കിടക്കാച്ച വീഡിയോ നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ചാനലിന്റെ പേര് മറക്കണ്ട, sulukblog. ബൈ ബൈ. ഈ രണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് 1-ാം പാൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ആയിട്ട് അറിയിക്കുക. കമന്റ് ബോക്സിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്
ചെയ്യുന്ന വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ എന്ന ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലുള്ള കിടക്കാച്ച വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ചാനലിന്റെ പേര് മറക്കണ്ട, സുലുബ്ലോഗ്. ബൈ ബൈ.